1572 ജനുവരി 28 ഫ്രാൻസിലെ ദിജോണിലാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ജനിച്ചത്. സഹനം അനുഭവിക്കുന്ന ക്രിസ്തുവിശ്വാസികളെ പരിചരിക്കുന്ന വേളയിൽ ഒന്നിലധികം പ്രാവശ്യം ദൈവം വിശുദ്ധയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി കാണുവാൻ കഴിയും. 1601 വെടിവെപ്പിൽ വിശുദ്ധയെ തന്റെ 28-ാമത്തെ വയസ്സിൽ വിധവയാക്കിക്കൊണ്ട് ബരോൺ ഡെ ചാൻഡ്രെ ആകസ്മികമായി മരണപ്പെട്ടു. ഹൃദയം തളർന്ന വിശുദ്ധ കന്യാവ്രതം സ്വീകരിക്കുവാൻ തീരുമാനമെടുത്തു. അവളുടെ എല്ലാ പ്രാർത്ഥനകളും അവൾ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം അപേക്ഷിച്ചു. അവളുടെ പ്രാർത്ഥന കേട്ട ദൈവം ഒരു ദർശനത്തിൽ ദൈവം അവൾക്കായി കാത്തുവച്ചിരുന്ന അവളുടെ ആത്മീയ നേതാവിനെ കാണിച്ചു കൊടുത്തു. തന്റെ മക്കളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനായി വിശുദ്ധ മൊന്തേലിനയിലുള്ള അവളുടെ ഭർത്താവിന്റെ പിതാവിന്റെ പക്കൽ പോയി അവിടെ താമസമാക്കി. അദ്ദേഹമാകട്ടെ കർക്കശക്കാരിയും ദുഷ്ടയുമായ ഒരു ദാസിയാൽ നയിക്കപ്പെടുന്നവനായിരുന്നു. എന്നാൽ അവൾ അത് വളരെ ക്ഷമയോടും മാന്യതയോടും കൂടി 7 വർഷത്തോളം സഹിച്ചു. അവസാനം അവളുടെ നന്മ ആ വൃദ്ധന്റെയും ദാസിയുടെയും ദുഷ്ടലാക്കിനുമേൽ വിജയം നേടി. തന്റെ 14 വയസ്സായ മകന്റെ വിദ്യാഭ്യാസവും സുരക്ഷയും തന്റെ പിതാവിന്റെ സഹോദരന്റെ പക്കലേൽപ്പിച്ച് ദൈവവിളി നിറവേറ്റുന്നതിനായി അനേസയിലേക്ക് പോയി. വിശുദ്ധയുടെ ശേഷിച്ച ജീവിതം ഏറ്റവും ശ്രേഷ്ഠവുമായിരുന്ന നന്മ പ്രവൃത്തികളാൽ ആശ്രമത്തിൽ തന്നെയായിരുന്നു. വിശുദ്ധയുടെ ദിവ്യത്വത്തിന്റെ കീർത്തി പരക്കെ വ്യാപിച്ചു. രാജ്ഞിമാരും രാജകുമാരന്മാരും രാജ്ഞികുമാരിമാരും വിശുദ്ധയെ കാണുന്നതിനായി ആശ്രമത്തിൽ സ്വീകരണ മുറിയിൽ തടിച്ചുകൂടി. എവിടെയൊക്കെ വിശുദ്ധ മഠങ്ങൾ സ്ഥാപനത്തിന് പോകുന്നുവോ അവിടെയെല്ലാം ആളുകൾ വിശുദ്ധയ്ക്ക് ജയഘോഷങ്ങൾ മുഴക്കി. വിശുദ്ധയുടെ മൃതദേഹം അനേസിലെ വിസിറ്റേഷൻ ആശ്രമത്തിലെ ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് ഡെ സാലേസിന്റെ മൃതദേഹത്തിനരികിലായി അടക്കം ചെയ്തു. 1751 വിശുദ്ധ പദവിക്കായി നാമകരണം ചെയ്യപ്പെടുകയും 1767 വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ആഗസ്റ്റ് 21 വിശുദ്ധയുടെ നാമഹേതു തിരുനാളായി അംഗീകരിച്ചു.